ഹാപ്പി ഇൻഡെക്സിൽ ലോകത്ത് ഏറ്റവും മുൻനിരയിൽ ഉള്ള രാജ്യമാണ് ഡെൻമാർക്ക്. അതായത് ഒരു ജനത ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന രാജ്യം. ആ ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിൽ അർദ്ധഭരണ സംവിധാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന പ്രദേശം ആണ് ഗ്രീൻലാൻഡ്. വെനസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുത്ത അമേരിക്ക അടുത്തതായി ലക്ഷ്യം വയ്ക്കുന്നത് ഗ്രീൻലാൻഡിനെ ആണ്. രാജ്യത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ നീക്കം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. സൈനിക നടപടിയടക്കം ആലോചിക്കുന്നു എന്നും വൈറ്റ് ഹൗസ് പ്രതികരിക്കുകയാണ്. ഡെൻമാർക്ക് നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ഡെൻമാർക്കിന് പൂർണ്ണ പിന്തുണയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്നത്. ഗ്രീൻലാൻഡിൻ്റെ മണ്ണ് ഗ്രീൻലാൻഡ് ജനതയ്ക്കുള്ളതാണ് എന്നും അവിടുത്തെ കാര്യങ്ങൾ ഗ്രീൻലാൻഡും അതോടൊപ്പം ഡെൻമാർക്കും ചേർന്നാണ് തീരുമാനിക്കേണ്ടത് എന്നുമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട്. ഈ നിലപാടുകളെ തള്ളിക്കൊണ്ടാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കം. വെനസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുത്തതു മുതൽ അമേരിക്കയുടെ മറ്റ് നീക്കങ്ങളെ റഷ്യയും ഉത്തര കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ ഗൗരവത്തോടു കൂടിയാണ് നിരീക്ഷിക്കുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് വാചാലനാകുന്ന ട്രംപ് പക്ഷേ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെതിരായ പ്രതിഷേധങ്ങൾ ഇനിയും ശക്തിപ്പെടാൻ സാധ്യത കാണുകയാണ്. ഒരുപക്ഷെ ട്രംപിൻ്റെ ഈ തുടർ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ തന്നെ ഭിന്നിപ്പിച്ച് നിർത്തിയേക്കാം. മറ്റൊരു ലോകമഹായുദ്ധത്തിന് പോലും അത് കാരണമായേക്കാം.